ദൈവനാമത്തിന് മഹത്വം. വീണ്ടും നമുക്ക് ഇത്രയും പേർക്ക് ദൈവസന്നിധിയിൽ ദൈവവചനത്തിൻ്റെ പഠനത്തിനായിട്ട് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നാം സെക്കറിയാവിൻ്റെ പ്രവചനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 4 അധ്യായങ്ങൾ നാം നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. 4 അധ്യായങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ചാപ്റ്റർ 5 ഓഫ് സെക്കറിയ. 4 അധ്യായത്തിൽ നാം ദർശനങ്ങളെ കണ്ടിരുന്നു. എത്ര ദർശനങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു? 5 ദർശനങ്ങളെ നാം പഠിച്ചു കഴിഞ്ഞു. മുഴുവൻ ഈ പ്രവചനത്തിൽ എത്ര ദർശനങ്ങളെക്കുറിച്ചാണ് സെക്കറിയാവ് പറയുന്നത്? 8 ദർശനങ്ങളാണ് ആകത്തുകയായിട്ടുള്ളത്. അതിൽ 5 എണ്ണം 4 അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞു. ഈ 5-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ അധ്യായത്തിൽ തന്നെ 2 ദർശനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിഷൻ നമ്പർ 6 ആൻഡ് വിഷൻ നമ്പർ 7. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം അല്പസമയം നാം പഠിക്കുവാൻ പോകുന്നത് ഈ 2 ദർശനങ്ങളെക്കുറിച്ചാണ്. 6-ാമത്തെ ദർശനവും 7-ാമത്തെ ദർശനവും. ഇതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഒരു ജാമ്യം എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ 5-ാം അധ്യായം ത്തിൽ നാം പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ദർശനങ്ങൾ, അതിൻ്റെ ചില സത്യങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നാം ഇപ്പോൾ ആയിരിക്കുന്ന സന്തോഷത്തിൽ തന്നെ മടങ്ങിപ്പോണം. അതേ സന്തോഷത്തിൽ തന്നെ നിലനിൽക്കണം. ആത്മീക ഉണർവിന് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. അതുകൊണ്ട് ഒരു രീതിയിലും അതിനെ മനസ്സിൽ വിഷമം ഉണ്ടാക്കാതെ, മറിച്ച് നമുക്ക് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, നന്നായിട്ട് സഭയായിട്ട് വളർന്നു വരുവാൻ സാധിക്കും, അതിന് തീർച്ചയായിട്ടും സഹായകരമായിട്ടുള്ള ഒരു അധ്യായം തന്നെയാണ്. ഞാൻ അങ്ങനെ പറയുവാൻ കാരണം 2 ദർശനങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ 2 ദർശനങ്ങളും ന്യായവിധിയുടെ ദർശനങ്ങളാണ്. ദീസ് 2 വിഷൻസ് ആർ വിഷൻസ് ഓഫ് ജഡ്ജ്മെന്റ്. ന്യായവിധി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ, യഹോവയുടെ ന്യായവിധിയെ കാഴ്ചവെക്കുന്ന, ആശയം വെക്കുന്ന 2 ദർശനങ്ങളാണ്. അതിലേക്ക് നാം പോകും. നാം സാധാരണ ചെയ്യുന്നത് പോലെ 11 വാക്യങ്ങളുണ്ട്. അത് നമുക്ക് ഒരു വാക്യം വെച്ച് വായിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഞാൻ വീണ്ടും തല പൊക്കി നോക്കിയപ്പോൾ പാറിപ്പോകുന്ന ഒരു സുഹൃത്തുണ്ട്. കാണുന്നു എന്ന സുഹൃത്തിന് പാറിപ്പോകുന്ന ഒരു ചുരുളിനെ കാണുന്നു. അതിന് 70 മുതൽ നീളവും 10 മുതൽ വീതിയുമുണ്ട് എന്ന്. അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാണെന്നോ, മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും, സത്യം ചെയ്യുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. അത് അവരുടെ വീട്ടിലേക്ക് എന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നതിനെ അത് അവരുടെ വീട്ടിനകത്ത് താമസിച്ച് അതിന് വരവും വരുന്നതായി എൻ്റെ എന്നോട് സംസാരിക്കുന്നത് പുറത്തു വന്നിരുന്നവരെ ഈ തലപൊക്കി ഈ പുറപ്പെടുന്നത് എന്താകുന്നവരും നോക്കുക എന്ന് പറഞ്ഞു. അതെന്തെന്ന് ഞാൻ ചോദിച്ചതിന് പുറപ്പെടുന്നതായ ഒരു എഫ എന്ന് അവൻ പറഞ്ഞു. അത് സർവ്വദേശത്തിലും ഉള്ള അവരുടെ അകത്ത് എന്ന് അവിടെ ഏറ്റവും നന്ദിയിൽ സ്ത്രീ ഇരിക്കുന്നതും കണ്ടു. ഇത് ദുഷ്ടതയാകുന്നു എന്ന് പറഞ്ഞു. അവരവിടെ ഏറ്റവും അകത്താക്കി ഈയപ്പലകം കൊണ്ട് അടച്ചു. പിന്നെയും അവിടെ ചെറിയ കാറ്റുണ്ടായിരുന്നു. ദൈവനാമത്തിന് മഹത്വം. 11 വാക്യങ്ങൾ മാത്രമേ ഈ അധ്യായത്തിൽ ഉള്ളൂ. അതിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ, ദി ഫസ്റ്റ് 4 വേഴ്സസ് ആണ് 6-ാമത്തെ ദർശനം. 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെയാണ്
ആറാമത്തെ ദർശനം ഈ അധ്യായത്തിൽ നാം കാണുന്നത്. 5-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ 7-ാമത്തെ ദർശനം നാം കാണുന്നു. ആ ആദ്യത്തെ ദർശനം, അതിൻ്റെ തലക്കെട്ട് മലയാളം ബൈബിളിലൊക്കെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ബൈബിളിലുണ്ട്. ദ ഫ്ലൈയിങ് സ്ക്രോൾ അല്ലെങ്കിൽ റോൾ, പറക്കുന്ന ചുരുൾ, അതിൻ്റെ ദർശനമാണ്. 2-ാമത്തെ ദർശനം 5-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ നാം കാണുന്നത് ദ വുമൻ ഇൻ ദ ഈഫ, ഈഫയ്ക്കുള്ളിലെ സ്ത്രീ അല്ലെങ്കിൽ ഈഫയെക്കുറിച്ച് പറയുന്ന ഒരു ദർശനമാണ്. പ്രാരംഭമായിട്ട് ഈ 11 വാക്യങ്ങളിൽ ചില വാക്കുകൾ, ചില വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നാം പഠിക്കുമ്പോൾ അത് നാം ചിന്തിക്കുന്നതായിരിക്കും, അതൊന്ന് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഈ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു പോയ ഈ വാക്യങ്ങളിൽ ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, നാം ആദ്യത്തെ വാക്യങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു, ചുരുൾ അല്ലെങ്കിൽ സ്ക്രോൾ എന്നുള്ളൊരു വാക്ക് നാം ശ്രദ്ധിച്ചു. അതിനെക്കുറിച്ച് നാം ചിന്തിക്കും. ഫ്ലൈയിങ് എന്നാണ് വായിച്ചത്, അല്ലെങ്കിൽ പറക്കുന്ന, പാറിപ്പോകുന്ന ആ അർത്ഥത്തിലാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പറന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പറക്കുന്ന ചുരുൾ, ആ വാക്ക് ശ്രദ്ധിക്കുക. ശാപം, കേഴ്സ്, ആ വാക്ക് അവിടെ നാം കാണുന്നു. സർവദേശത്തിലേക്കും, സർവദേശം, ഹോൾ ലാൻഡ്, ആ വാക്ക് നാം കാണുന്നു. ഇതെല്ലാം ഒന്ന് മനസ്സിൽ വെക്കുക. പിന്നീട് നാം കാണുന്നത് ആറാമത്തെ ദർശനത്തിലെ വാക്കുകളാണ്. മോഷണം അല്ലെങ്കിൽ മോഷ്ടിക്കുക, മോഷണം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ ആ വാക്ക് നാം കാണുന്നു. പിന്നീട് കള്ളസത്യം ചെയ്യുന്നത്, സ്വേറിങ് ഫോൾസ്ലി, ആ വിഷയം നാം കാണുന്നു. പിന്നീട് ഒരു വീടിൻ്റെ വിഷയം നാം കാണുന്നു. നശിപ്പിക്കുന്ന, അതിനെ വിഴുങ്ങുന്ന, കൺസ്യൂം ചെയ്യുന്ന വിഷയം നാം കാണുന്നു. അപ്പൊ ഇത്രയും വാക്കുകൾ ഈ ആറാമത്തെ ദർശനം എന്ന് വെച്ചാൽ ഈ പറക്കുന്ന ചുരുൾ അല്ലെങ്കിൽ ഫ്ലൈയിങ് സ്ക്രോളിനോടനുബന്ധിച്ച് പ്രധാനപ്പെട്ട വാക്കുകളാണ്. അതൊന്ന് മനസ്സിൽ വെക്കുക, നാം ചിന്തിക്കും. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ, താഴെ 2-ാമത്തെ അല്ലെങ്കിൽ 7-ാമത്തെ ദർശനത്തിന് വേണ്ടി കാണുമ്പോൾ അവിടെയും ചില വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഈഫ എന്ന് നാം ചിന്തിച്ചു, അവിടെയും സർവദേശം എന്നുള്ള വാക്കുണ്ട്. അകൃത്യം എന്ന വാക്കുണ്ട്, വിക്കറ്റ്നെസ്. ഈയപ്പലക, ലെഡ് കവർ എന്നുള്ളൊരു വാക്കുണ്ട്. ദുഷ്ടത എന്നുള്ളൊരു വാക്കുണ്ട്. 2 സ്ത്രീകൾ എന്നുണ്ട്. പിന്നെ പെരുങ്ങാലയുടെ ചിറക് പോലെ എന്നുള്ളൊരു വാക്കുണ്ട്. പിന്നെ ഷീനാർ ദേശം എന്നുള്ളൊരു വാക്കുണ്ട്. സ്വസ്ഥാനത്ത് എന്നുള്ളൊരു വാക്കുണ്ട്. ഈ വാക്കുകളൊന്ന് മനസ്സിൽ വെക്കുക. ഇതെല്ലാം നാം ചിന്തിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ 2 ദർശനത്തോട് അനുബന്ധിച്ച്. നാം സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാ ദർശനങ്ങളും, പ്രത്യേകിച്ച് ഈ പ്രവചനത്തിൽ നാം വായിക്കുമ്പോൾ 2 ആംഗിൾസിൽ ചിന്തിക്കാറുണ്ട്. അന്ന് സെക്കറിയാവ് ഇത് എഴുതുന്ന ആർക്കാണ്? യഹൂദ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് എഴുതുമ്പോൾ അവര് ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് ഇതിന്റെ അർത്ഥം, അത് ആദ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് ഇന്ന് നാം ഇത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ ഇതിന്റെ അർത്ഥമാക്കുവാൻ സാധിക്കും, എങ്ങനെ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്, ആ വിഷയത്തിലേക്കാണ് നാം പോകുന്നത്. അപ്പോൾ 2 വിഭജനം നാം സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ വാട്ട് ദിസ് ചാപ്റ്റർ മെന്റ് ടു ഇസ്രായേൽ ദെൻ, അന്ന് ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം ഈ ബാബിലോണിന്റെ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന അവരുടെ ദേവാലയം പണിയുവാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി അവരെ ഉത്തേജിപ്പിക്കുന്ന സെക്കറിയാവ് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ വാക്കുകൾ അവർ എടുക്കുന്നത്, ആ വിഷയം നമുക്ക് ആദ്യം ചിന്തിക്കുവാൻ സാധിക്കും. ഇതിന്റെ 3-ാം വാക്യത്തിൽ നാം വായിച്ചു, ദിസ് ഇസ് ദ കേഴ്സ് ദാറ്റ് ഈസ് ഗോയിങ് ഫോർത്ത് ഓവർ ദ ഫേസ് ഓഫ് ദ ഹോൾ ലാൻഡ്. അപ്പോൾ ഇത് ദൈവത്തിന്റെ ഒരു ശാപമാണ്, ന്യായവിധിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആർക്കുള്ള ന്യായവിധിയാണ്? അവിടെ നാം വായിക്കുന്നത് സർവദേശത്തിനും. അപ്പോൾ ഈ സർവദേശം എന്ന് പറയുന്നത് ആ ഭാഗത്ത് എബ്രായ ഭാഷയിൽ ഹാരേറ്റ്സ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നാം ഉപയോഗിക്കുമ്പോൾ അതിനെ ലാൻഡ് ഓഫ് ഇസ്രായേൽ ദേശം അല്ലെ ഇസ്രായേലിന്റെ ആ ഒരു ലാൻഡിനെ കുറിച്ചാണ് അവിടെ ഉദ്ദേശമാക്കുന്നത്. അവരോട് പറയുകയാണ്, ഇത് നിങ്ങൾക്കുള്ള ഒരു ശാപമായിട്ട് തീർന്നു, ദിസ് ഇസ് യുവർ ജഡ്ജ്മെന്റ്. ആ ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ വെക്കുക. അപ്പൊ ഈ വാക്കുകൾ പറയുന്നു, തന്റെ കണ്ണുകൾ ഉയർത്തി താൻ നോക്കുകയാണ്, ഈ പറക്കുന്ന ഒരു ചുരുൾ താൻ കാണുകയാണ്. എന്താണ് താൻ കാണുന്നത്? ഈ പറക്കുന്ന ചുരുളില് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അവിടെ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വിസ്തീർണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 20 cubits by 10 cubits. എന്താണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അവിടെ? 20 മുഴം നീളവും 10 മുഴം വീതിയും അതിനുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഭാഷയിൽ മനസ്സിലാക്കാൻ വേണ്ടി ഓൾമോസ്റ്റ്
ഇറ്റ് ഈസ് അറൌണ്ട് 30 by 15 ഫീറ്റിന്റെ ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും ഇതിനുണ്ട്. അത്രയും വലിയ വിസ്തീർണമുള്ള ഒരു ചുരുളാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ട് കാണാം, അത് പറന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ സക്കറിയാവിന്റെ കണ്ണിന്റെ മുൻപിൽ സംഭവിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇത് നമ്മെ എന്താണ് കാഴ്ചവെക്കുന്നത്? ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്ത് കാണുവാൻ സാധിക്കും? ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്ത ജനമാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. സർവ്വദേശം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ദേശത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. തന്റെ വാഗ്ദത്ത പ്രകാരമുള്ള ദേശം, അതാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതാണ് ഈ ന്യായവിധിയാണ് അവർക്ക് നേരിടേണ്ടി വരിക. അത് വയലേഷൻ ഓഫ് ദ ലോ, അവർക്ക് കൊടുത്തിരിക്കുന്ന ന്യായ പ്രമാണം, അതിന്റെ എതിരെയുള്ള കാര്യങ്ങളാണ് നാം വായിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ എതിരെയുള്ള കാര്യങ്ങൾ? 3-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 3-ാം വാക്യത്തിൽ എന്തുവാ? 2 കൂട്ടം കാര്യങ്ങൾ നാം അവിടെ കാണുന്നു. ഒന്നെന്തുവാ? വൺ ഈസ് സ്റ്റീലിംഗ്, ഒന്നെന്തുവാ? മോഷണം, മോഷ്ടിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് എന്താ? കള്ളസത്യം, കള്ളം പറയുക, സ്റ്റീലിംഗ് ആൻഡ് ലൈയിങ്. അത് ഇസ്രായേലിനോട് ബന്ധത്തിൽ ഒരിക്കലും പാടില്ലാത്ത സ്പെസിഫിക് ആയിട്ടുള്ള 2 പാപമാണ്. പ്രമാണം അനുസരിച്ച് ഈ 2 കാര്യങ്ങൾ ദൈവത്തിന്റെ സ്വന്തം ജനം ചെയ്യുവാൻ പാടില്ല. അവരുടെ ജീവിതത്തിൽ ഇതുണ്ടെങ്കിൽ ഇതെന്താണ്? ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ദൈവത്തിന്റെ ശാപം അവർക്ക് വരിക തന്നെ ചെയ്യും. പറക്കുന്ന ചുരുൾ, അതാണ് അവരെ സൂചിപ്പിക്കുന്നത്. ആപ്ലിക്കേഷൻ ഇതാണ്. അവര് ബാബിലോണിൽ നിന്ന് അവരെ പ്രവാസം കഴിഞ്ഞ് ഈ സക്കറിയാവിന്റെ സമയത്ത് ഈ ദേവാലയം റീബിൽഡ് ചെയ്യുവാനായിട്ട്, പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, രണ്ടാമത് പണിയുവാൻ വേണ്ടി അവര് വന്നിരിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു. അപ്പോ ദൈവം അവർക്ക് വാർണിംഗ് കൊടുക്കുകയാണ്. നമുക്കറിയാം, അവര് ദേവാലയം പണിയുമ്പോൾ എന്താണ്? ഇസ്രായേൽ ജനം ആക്ഷരികമായ ദേവാലയം പണിയുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? അവിടെ അതിനെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാക്കാൻ പറയും. അതിന്റെ 4-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ കള്ളസത്യത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. കള്ളസത്യം ചെയ്യുന്നവര് ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ എതിരാണ്. 3-ാം വാക്യത്തിൽ മലയാളത്തിൽ അത്ര ക്ലിയർ അല്ല. സ്വെയറിംഗ് എന്ന് പറയുന്നത് സ്റ്റീലിങ്ങും സ്വെയറിംഗ് ഫോൾസ്ലി എന്നുള്ള 2 അർത്ഥമാണ്. 4-ാം വാക്യം ഒന്ന് വായിച്ചാൽ നമുക്കത് ക്ലിയർ ആക്കാൻ പറ്റും. 4-ാം വാക്യം ഒന്ന് വായിച്ച 4-ാം വാക്യം. എന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നത്, അതാണ് അവിടുത്തെ വിഷയം. അപ്പൊ ദൈവത്തിന്റെ നാമത്തിൽ കള്ളസത്യം ഇസ്രായേൽ ജനം ചെയ്യുവാൻ പാടില്ല. കള്ളത്തരം ഒന്നും കൊണ്ടുവരാൻ പാടില്ല. അതിനെ കാഴ്ചവെക്കുന്ന 2 വ്യക്തമായിട്ടുള്ള തെറ്റുകൾ, പാപങ്ങളാണ് ഇസ്രായേൽ ജനത്തോട് സക്കറിയാവ് പറയുന്നത്. അപ്പോൾ വിഷയം എന്താണ്? അവരവിടെ ആ ആലയം, ദേവാലയം പുനഃപണിയുവാൻ വേണ്ടി, രണ്ടാമത് റീബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ കാര്യങ്ങൾ, ഈ 2 കൂട്ടം പാപങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അനുവദനീയമല്ല. എന്താണ്? ഒന്ന്, ഈ സ്റ്റീലിംഗ്, മോഷണം പാടില്ല. അനേക കാര്യങ്ങൾ, റിസോഴ്സസ് അവിടെ കാണും, അതുമായിട്ട് പണിയാൻ വരും, അതിന് മോഷ്ടിക്കുവാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ദൈവനാമത്തിലുള്ള കാര്യങ്ങളാണ്. അവിടെ കള്ളസത്യം ചെയ്യുവാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് ദൈവാത്മാവ് സെക്കറിയാവിലൂടെ ഇസ്രായേൽ ജനത്തോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ അവരോട് ദൈവം പറയുന്നത്, നിങ്ങൾ ഈ ദേവാലയം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി, രണ്ടാമത് പണിയുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് നിങ്ങൾ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ വളരെ സത്യസന്ധതയോടെ ചെയ്യണം. അല്ലെങ്കിൽ മോഷണമോ അല്ലെങ്കിൽ ദൈവനാമത്തിൽ നിങ്ങൾ തെറ്റായിട്ട് അല്ലെങ്കിൽ കള്ളസത്യം ചെയ്താൽ അതിൻ്റെ ന്യായവിധി ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നു. വീണ്ടും 2-ാമത്തെ ഒരു ദർശനത്തിലേക്ക് നാം പോയാൽ, ഇസ്രായേലിനോട് ബന്ധത്തിൽ അവരോട് സംസാരിക്കുന്നത് ഇഫയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്. ഇഫ എന്ന് പറയുന്നത് നമുക്കറിയാം, അളക്കുന്ന ഒരു ബാസ്ക്കറ്റ് ആയിട്ട് നമുക്ക് കാണാം, ഒരു കൊട്ടയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ കാലഘട്ടങ്ങളിൽ ഇന്നും നമുക്ക് ചില സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കും. കോമേഴ്സിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ ട്രേഡിനെ കാണിക്കുന്ന, അല്ലെങ്കിൽ ബിസിനസ്സിനെ കാണിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ ഇസ്രായേൽ ജനം ഈ കാര്യം പണിയുവാൻ പോകുമ്പോൾ അനേകം ട്രേഡിങ്ങിന്റെ ആവശ്യം വരും. ആ സമയത്ത് നിങ്ങൾ ഇത് പണിയുമ്പോൾ അനേക കാര്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കും, അനേക കാര്യങ്ങൾ നിങ്ങൾ പർച്ചേസ് ആൻഡ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് ഡിസോണസ്റ്റ് കോമേഴ്സ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഈ ട്രേഡിംഗ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ രീതിയിൽ പാടില്ല എന്നുള്ളൊരു വിഷയമാണ് അവിടെ പറയുന്നത്. അതിന്റെ അകത്തിരിക്കുന്നത് വിക്കറ്റ്നെസ് ആണ്. ആ സ്ത്രീ കാണിക്കുന്നത്
അകൃത്യത്തെ കാണിക്കുന്ന വിഷയമാണ്, അശുദ്ധിയെ കാണിക്കുന്ന വിഷയമാണ്. അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ പാടില്ല. അത് ബാബിലോണിനെ കാണിക്കുന്ന വിഷയമാണ്. നിങ്ങൾ ബാബിലോണിനെ വിട്ട്, പ്രവാസം വിട്ട് നിങ്ങൾ കടന്നു വന്നവരാണ്. ദേവാലയം നിങ്ങൾ രണ്ടാമത് പണിയുവാൻ പോകുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള വിഷയം ഈ ഇഫ എങ്ങോട്ടാണ് പോകുന്നത്? അതിന്റെ അവസാനത്തേക്ക് നാം വരുമ്പോൾ അവിടെ കാണാം, ഇഫ തിരിച്ചു പോകുന്നത് ലാൻഡ് ഓഫ് ഷീനാറിലേക്കാണ്. അത് ഷീനാർ ദേശത്തിലേക്കാണ് പോകുന്നത്. പഴയ നിയമം നാം പരിശോധിച്ചാൽ ഷീനാർ ദേശം എന്ന് പറയുന്നത് അർത്ഥാൽ ബാബിലോൺ തന്നെയാണ്. ഇറ്റ് ഈസ് ദ ലാൻഡ് ഓഫ് ബാബിലോൺ. അപ്പോൾ ഈ ഇഫ പിന്നെയും അതിന്റെ സ്വസ്ഥാനത്ത് പോകുന്നു. ഈ സ്ത്രീ അങ്ങോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ സ്ഥാനം അവിടെയാണ്. എന്നാൽ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിങ്ങൾ ബാബിലോണോ, ബാബിലോണിന്റെ സമ്പ്രദായങ്ങളോ, അതിന്റെ തെറ്റുകളോ പാപങ്ങളോ ഇവിടത്തേക്ക് കൊണ്ടുവരരുത്. ഇവിടെ നിങ്ങൾ പണിയുമ്പോൾ ആ വിഷയം വരുവാൻ പാടില്ല. നിങ്ങളുടെ ദേവാലയം നിങ്ങൾ പണിയുമ്പോൾ വളരെ വിശുദ്ധിയോടെ വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. ബാബിലോണിന്റെ സമ്പ്രദായങ്ങൾ, സംസ്കാരങ്ങൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് മിക്സ് ചെയ്യുവാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ അവരോട് വ്യക്തമായിട്ട് സെക്കറിയാവ് ഈ പ്രവചനത്തിലൂടെ സംസാരിക്കുന്നു. ഇനിയും നമുക്ക് സാധാരണ നാം ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുന്നത് നമ്മോടുള്ള ബന്ധത്തിൽ നാം ഇത് പഠിക്കുമ്പോൾ ഇന്ന് ഇത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? വാട്ട് ദിസ് ചാപ്റ്റർ മീൻസ് ടു ദ ചർച്ച് നൗ. ഇന്ന് ദൈവസഭ അല്ലെങ്കിൽ ഒരു ദൈവമകൻ, ദൈവമകൾ, ദൈവത്തിന്റെ ജനം, ശുശ്രൂഷകന്മാർ ഒക്കെ ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ അവരോട് ഈ കാര്യങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? രണ്ട് ദർശനങ്ങളാണെന്ന് നാം ചിന്തിച്ചു. എന്നാൽ ഈ രണ്ട് ദർശനങ്ങളുടെയും ഒരു ആശയം എന്നുള്ളത് ന്യായവിധിയുടെ ആശയമാണ്. ദൈവത്തിന്റെ ഒരു ന്യായവിധി കാഴ്ചവെക്കുന്ന ഒരു ആശയമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 20 cubits by 10 cubits. ആദ്യത്തെ ദർശനത്തിലേക്ക് നാം കടന്നു വരാം. നാം അവിടെ സെക്കറിയാവ് കാണുന്നത് 70 മുഴം നീളവും 10 മുഴം വീതിയും അവിടെ കാണുന്നു. 30 feet long and 15 feet wide. An enormous rolled up scroll. അവിടെ ഇത്രയും വലിപ്പമുള്ള 30 അടി 15 അടി നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കുക. അത് പറന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ക്രോൾ. അവിടെ പറയുന്നത് ഇതിന്റെ രണ്ട് വശത്തായിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് എന്ത് എഴുതിയിട്ടുണ്ട്? ഈ മോഷ്ടിക്കുന്നവന്റെ എതിരെയുള്ള ന്യായവിധി ഉണ്ട്. മറ്റു വശത്ത് എന്തുണ്ട്? കള്ളസത്യം ചെയ്യുന്ന വ്യക്തിയുടെ എതിരെയുള്ള ന്യായവിധി അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ സൈസ് കാണുമ്പോൾ, ഇത്രയും വലുപ്പത്തിൽ ഒരു സ്ക്രോള് സെക്കറിയാവ് കാണുമ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദിസ് ഈസ് എ വെരി വിസിബിൾ ആൻഡ് പബ്ലിക് കേഴ്സ്. ഇതിനെ യാതൊരു രീതിയിലും ഒളിച്ചു വെക്കുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും തുറന്ന് കാണിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ആണിത്. ഈ ഒരു ചുരുൾ, പറക്കുന്ന ചുരുൾ എന്ന് പറയുമ്പോൾ ഇത്രയും വലിപ്പമുള്ള ചുരുൾ കാണിക്കുന്നത് ഈ രണ്ട് വശത്തും രണ്ട് പ്രത്യേക പാപങ്ങൾ സഭയിൽ ഉണ്ടാവാൻ പാടില്ല. ദൈവജനം, അല്ലെങ്കിൽ അന്ന് ഇസ്രായേൽ ജനമാണെങ്കിൽ ഇന്ന് ദൈവജനം, ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ ഇത് വരുവാൻ പാടില്ല. അതിന്റെ ന്യായവിധി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് വിസിബലി, വളരെ ക്ലിയർലി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. പിന്നീട് മറ്റൊരു ശ്രദ്ധേയ വിഷയം, ഇറ്റ് ഈസ് ഫ്ലൈയിങ്. അത് പറക്കുന്ന, പാറിപ്പോകുന്ന ഒരു ചുരുളാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഇറ്റ് ഈസ് മൂവിങ്. അത് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ചുരുളല്ല. അതിന്റെ അർത്ഥം അത് വളരെ വേഗത്തിൽ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മോട് സംസാരിക്കുന്ന, മൂവ്മെന്റ് ചെയ്ത് ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ചുരുളാണ്. നമ്മോട് ഇന്ന് സംസാരിക്കുന്ന ഒരു ചുരുളാണ്. എന്താണ്? നിങ്ങൾ ആ രണ്ട് പാപങ്ങൾ മനസ്സിൽ വെക്കുക. സ്റ്റീലിംഗ്, മോഷ്ടിക്കുകയാണെങ്കിൽ അത് നമ്മോട് സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക് ന്യായവിധിയുണ്ട്. 4-ാം വാക്യത്തിൽ നാം വായിച്ചു, ഇറ്റ് വിൽ എൻറ്റർ ദ ഹൗസ് ഓഫ് തീഫ് ആൻഡ് ഹൗസ് ഓഫ് വൺ ഹു സ്വെയർസ് ഫോൾസ്ലി. രണ്ടുപേരുടെയും ഭവനങ്ങളിൽ, വീടുകളിൽ അത് കയറും. തെറ്റ് ചെയ്യുന്നത് ആരാണ്? ആ ഒരു വ്യക്തിയായിരിക്കും. എന്നാൽ ഇത് കയറുന്നത് എവിടെയാണ്? ഭവനങ്ങളിൽ, വീടുകളിലേക്ക് കയറുകയാണ്. അവിടെ പറയുന്നത് ഐ വിൽ മേക്ക് ഇറ്റ് ഗോ ഫോർത്ത് ഡിക്ലെയർസ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്. സൈന്യങ്ങളുടെ യഹോവ പറയുന്നത് ഞാൻ ആ ഭവനങ്ങളിൽ കയറും. അപ്പോൾ നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവജനത്തോട്, ദൈവസഭയോട് സംസാരിക്കുമ്പോൾ നാം മോഷ്ടിക്കുക എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്റ്റീലിംഗ്? നാം വിചാരിക്കും നാം ആരും മോഷ്ടിക്കുന്നവരല്ലല്ലോ. ദൈവവചനത്തിൽ നാം ഈ അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്റ്റീലിംഗ്? വൺ സൈഡ് ഓഫ് ദ സ്ക്രോൾ,
ഈ ചുരുളിന്റെ ഒരു വശത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ മോഷ്ടിക്കുന്നവരെ അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ന്യായവിധിയാണ്. എന്താണ് മോഷണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും സഭയിൽ മോഷണം ചെയ്യുന്നുണ്ടോ? വാട്ട് ഈസ് സ്റ്റീലിംഗ്? ആത്മീകമായിട്ട് ചിന്തിച്ചാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിത്തിങ് വിച്ച് ഇസ് എഗെയിൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിന്റെ എതിരായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം വചനം അനുവദിക്കാത്ത ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ കുറവുണ്ടെങ്കിൽ അത് മോഷണമാണ്. എനിക്ക് മുഴുവനായിട്ട് വിശദീകരിക്കുവാൻ അവസരമില്ല. ഫോർ എക്സാമ്പിൾ, നാം ഇൻകം ടാക്സ് അടയ്ക്കേണ്ടവരാണ് ഗവൺമെന്റ് പ്രകാരം. അത് നാം അടയ്ക്കാത്തവരാണെങ്കിൽ നാം മോഷ്ടിക്കുകയാണ്. നാം ഒരു ലോകപരമായിട്ട് ഒരു GST ടാക്സോ പേ ചെയ്യേണ്ടവരാണ്. നാം അത് പേ ചെയ്യാതിരിക്കുന്നുവെങ്കിൽ നാം മോഷ്ടിക്കുന്നവരാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നമ്മുടെ കുടുംബത്തോടോ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും കടം വാങ്ങിച്ചവരാണെങ്കിൽ അത് മറന്നു പോകുവോ? നമ്മുടെ സൗകര്യപ്രകാരം മറന്നു പോകുന്നവരോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അത് വേണ്ടാതെ വെക്കുന്നവരാണെങ്കിൽ ഞാൻ മോഷ്ടിക്കുന്നവനാണ്. അപ്പോ മോഷണത്തിന് ഈ രീതിയിലുള്ള പര്യായങ്ങളൊക്കെയും ഉണ്ട്, അർത്ഥങ്ങളുണ്ട്. സോ സ്റ്റീലിംഗ്, വൺ സൈഡ് ഓഫ് ദ സ്ക്രോൾ പറയുന്നു, ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ എന്തുവാ പറയുന്നേ? നിനക്ക് അനുഭവിക്കും എന്നല്ല പറയുന്നേ, ഇറ്റ് വിൽ എൻറ്റർ ദ ഹൗസ് ഓഫ് ദ തീഫ്. ആ കള്ളന്റെ വീട്ടിൽ കയറും എന്നാ പറയുന്നത്. വീട്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യും? അവിടെ ഒന്നും ബാക്കി വെക്കാത്ത രീതിയിൽ, ഓൺലി ടിംബർ ആൻഡ് സ്റ്റോൺസ്, അവിടെ മരവും കല്ലും ആ രീതിയിൽ ബാക്കി വെക്കാത്ത രീതിയിലുള്ള ഒരു നാശമായിരിക്കും ദൈവം അവിടെ വരിക്കുന്നത്. അപ്പോൾ തെറ്റു ചെയ്യുന്നത് ആ ഭവനത്തിലെ ഒരു വ്യക്തിയാണെങ്കിലും അനുഭവിക്കുന്നത് ഭവനം മുഴുവനായിട്ട് അനുഭവിക്കും. തെറ്റ് ചെയ്യുന്നത് ഒരു വിശ്വാസിയാണെങ്കിലും, ഓർക്കുക, ഇത് വിശ്വാസികളോടാണ് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ജനത്തോടാണ് സംസാരിക്കുന്നത്. അന്ന് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചു, ഇന്ന് നമ്മോട് സംസാരിക്കുന്നു. അപ്പോ നമുക്ക് തന്നെ അത് അവലോകനം ചെയ്യാം. എന്തൊക്കെ മോഷണമാണ് ഞാൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? എൻ്റെ കോൺഷ്യൻസ് ക്ലിയർ ആണോ? ചുരുൾ പറയുന്നത് ഇതാണ്, നിങ്ങൾ മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഡിസോണസ്റ്റ് ഗെയിൻ, ഏതെങ്കിലും രീതിയിൽ നമുക്ക് അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത ഗുണം സാമ്പത്തികമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മോഷണമാണ്. അത് ദൈവ വചനത്തിന്റെ എതിരാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ മടങ്ങി വരുന്നില്ലെങ്കിൽ, റെസ്റ്റിറ്റ്യൂഷൻ ഇല്ലെങ്കിൽ, ഇവിടെ പറയുന്നു ആ ഭവനം പൂർണ്ണമായിട്ട് കർത്താവ് നശിപ്പിക്കും. അതാണ് ഈ ആദ്യത്തെ ദർശനം പറയുന്നത്. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് സ്വെയറിംഗ് ഫോൾസ്ലി by the name of the Lord. അവിടെ നാലാമത്തെ വാക്യം നാം വായിച്ചു, one who swears falsely by my name. എൻ്റെ നാമത്തിൽ, ദൈവത്തിന്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നത്. ആരാ ദൈവത്തിന്റെ നാമം എടുക്കുന്നത്? ദൈവജനമാണ്. ഈ ലോകത്തിലുള്ളവര് കള്ളം പറയുന്നവരുണ്ട്, കള്ളസത്യം ചെയ്യുന്നവരുണ്ട്. എന്നാൽ അവർ ദൈവത്തിന്റെ നാമം എടുക്കത്തില്ല. ദൈവനാമത്തിൽ കള്ളസത്യം ചെയ്താൽ, ദൈവനാമത്തിൽ കള്ളസത്യം ഞാൻ ചെയ്താൽ, നമ്മളിൽ ആരെങ്കിലും ചെയ്താൽ, അതിന് ചുരുളിന്റെ രണ്ടാമത്തെ ഭാഗമുണ്ട്. എന്താണ് പറയുന്നത്? വീണ്ടും ആ ഭവനം പൂർണ്ണമായിട്ട് നശിപ്പിക്കും എന്നുള്ളതാണ് ദൈവാത്മാവ് ഇവിടെ സെക്കറിയാവിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇറ്റ് ഇസ് എ കേഴ്സ്, ഇതൊരു ശാപമാണെന്നുള്ളത് നാം വ്യക്തമായിട്ട് ഓർക്കണം. അന്ന് ഇസ്രായേൽ ജനം ദേവാലയം പണിയുവാൻ തുടങ്ങുമ്പോൾ അവരോട് സംസാരിച്ചത്, നിങ്ങൾ ഇത് പണിയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഓർത്തോണം. മോഷണം പാടില്ല, കള്ളസത്യം പാടില്ല. ഇന്ന് നമ്മളുള്ള ബന്ധത്തിൽ അതിലും വലിയ ആഴത്തിലുള്ള അർത്ഥമാണ്. വളരെ അപകടമാണ്. നാം വളരെ പ്രാർത്ഥനയോടെ, ഭയത്തോടെയാണ് നിൽക്കേണ്ടത്. ദൈവസഭയിൽ ദൈവ ക്രിസ്ത്യാനികളായിട്ട് നാം ജീവിക്കുമ്പോൾ മോഷണം അല്ലെങ്കിൽ കള്ളസത്യം നമ്മുടെ ജീവിതത്തിൽ, അതിന്റെ പല തലങ്ങളുണ്ട്, പല രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. എന്നാൽ അതിലേക്കൊന്നും ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഭവനത്തിൽ ചെന്ന് നമ്മൾ ഒറ്റയ്ക്ക് ക്വൈറ്റ് ടൈമിൽ ഈ അധ്യായം ഒന്ന് വായിച്ച്, മറ്റു ചില വാക്യങ്ങളും ഞാൻ അടുത്ത സമയങ്ങളിൽ തരാം, അതോടെ ചിന്തിച്ച് നമുക്ക് മനസ്സിലൊന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ദൈവമേ, ഞാൻ ദൈവത്തിന്റെ കൈകളിൽ നിന്ന്, ദൈവത്തിന്റെ സഭയിൽ അല്ലെങ്കിൽ ആത്മാവ് ആഗ്രഹിക്കാത്ത രീതിയിൽ എന്തെങ്കിലും മോഷ്ടിക്കുന്നുണ്ടോ? ഫിനാൻഷ്യൽ ഇന്റഗ്രിറ്റി എൻ്റെ ജീവിതത്തിലുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഞാൻ കള്ളസത്യം ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ദൈവനാമത്തിൽ, ദൈവത്തിന്റെ നാമം ഉപയോഗിച്ച് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് മറ്റുള്ളവരെ കബളിപ്പിക്കുവാൻ, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നുണ്ടോ? നമുക്കത് ലോകപരമായി ചെയ്യുവാൻ സാധിക്കും. എനിക്ക് നിങ്ങളെ കബളിപ്പിക്കുവാൻ സാധിക്കും. എനിക്ക് ഈ സഭയെ പ്രത്യക്ഷമായിട്ട് കബളിപ്പിക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവസന്നിധിയിൽ ദൈവാത്മാവ് പറയുന്നു, ഐ വിൽ കൺസ്യൂം ഇറ്റ് വിത്ത് ഇറ്റ്സ് ടിംബർ
ആൻഡ് സ്റ്റോൺസ്. അവിടെ ആ രീതിയിൽ പൂർണ്ണമായിട്ടുള്ള നശിപ്പിക്കൽ ആണ് കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മളുള്ള ബന്ധത്തിൽ ആദ്യത്തെ കാര്യം നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. 1 പത്രോസ് 4-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിക്കാം. ഇതിനോട് ചേർന്ന് ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ്. 1 Peter chapter 4 and verse 17. ആരെങ്കിലും കിട്ടിയെങ്കിൽ എടുത്ത് വായിക്കാം. അതിന്റെ ആദ്യത്തെ ഭാഗമാണ്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. ജഡ്ജ്മെന്റ് ബിഗിൻസ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആലയത്തിലാണ് ന്യായവിധി ആരംഭിക്കുന്നത്. ചുറ്റുമുള്ള ജനത്തിന് ദൈവത്തെ അറിയത്തില്ല. ദൈവത്തെ അറിയാത്തവർക്ക് ന്യായവിധി ഉണ്ട്, യാതൊരു സംശയമില്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന്റെ വിശ്വാസികളായിട്ടും ഈ പാപത്തിലേക്ക് പോയാൽ, സാമ്പത്തികമായ ഇടപാടുകളിൽ മോഷണം ചെയ്താൽ, കള്ളസത്യങ്ങൾ ചെയ്താൽ എന്ത് സംഭവിക്കും? ന്യായവിധി ആരംഭിക്കുന്നത് ദേവാലയത്തിലാണ്. ഇറ്റ് ഇസ് ടൈം ഫോർ ജഡ്ജ്മെന്റ് ടു ബിഗിൻ ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. അന്ന് ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനത്തോട് അത് പറഞ്ഞു. ഇന്ന് നമ്മോട് അത് സംസാരിക്കുന്നു. ഹിപ്പോക്രസി, കപട സത്യങ്ങൾ, കള്ളസത്യങ്ങൾ ചെയ്താൽ അതിന്റെ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലെ സംഭവം നമുക്ക് നന്നായിട്ട് അറിയാം. അനന്യാസും സഫീരയുടെ സംഭവം നമുക്കറിയാം. കള്ളസത്യങ്ങൾ, ഹൃദയത്തിൽ മറ്റൊന്ന്, അവർ കാഴ്ചവെച്ചത് മറ്റൊന്ന്. ദൈവത്തോട് കള്ളസത്യം ചെയ്യുവാൻ പാടില്ല. അവർക്ക് അതിന്റെ അനുഭവം ഉണ്ടായി. നമുക്ക് അറിയാവുന്ന പാപങ്ങൾ നാം അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണെന്ന് പൂർണ്ണമായിട്ട് ഇവിടെ പറയുന്നു. പിന്നെ അതിന്റെ കോൺസിക്വൻസ് എങ്ങനെയാണ്? ചെറിയ കോൺസിക്വൻസ് അല്ല, ചെറിയ മറുപടി അല്ല കർത്താവ് നൽകുന്നത്. ഞാൻ തെറ്റ് ചെയ്യുമ്പം എന്നോട് മാത്രം അല്ല പകരം ചെയ്യുന്നത്, എൻ്റെ പൂർണ്ണ ഭവനം, എൻ്റെ വീട്, അതിന്റെ ഉന്മൂല നാശമാണ് അവിടെ സംഭവിക്കുന്നത്. അത് വ്യക്തമായിട്ട് നാം ചിന്തിക്കുക. നാം സഭയായിട്ട് ചിന്തിക്കുമ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടബിലിറ്റി, സാമ്പത്തികമായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പണം ഇടപാടുകൾ വളരെ ക്ലീൻ ആയിട്ട് ചെയ്യുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ശുശ്രൂഷകന്മാർ, സഭയെ നയിക്കുന്നവർ എല്ലാവരും അതിനോട് വളരെ ഉത്തരവാദിത്വമുള്ളവരാണ്. ഇൻഡിവിജ്വൽ ബിലീവേഴ്സ്, ഓരോ വ്യക്തിപരമായ വിശ്വാസികൾക്കും അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും നാം നമ്മുടെ സൗകര്യാർത്ഥം, കൺവീനിയൻസിന് വേണ്ടി ഡിസോണസ്റ്റ് ആയി കഴിഞ്ഞാൽ, എൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ വളച്ചൊടിച്ചാൽ അത് ദൈവസന്നിധിയിൽ ഒരിക്കലും അനുവദനീയമല്ല. അതിൻ്റെ ന്യായവിധി തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ദർശനത്തിലൂടെ ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പറക്കുന്ന ചുരുളാണ്, പറന്ന് അത് മൂവ് ചെയ്തുകൊണ്ട് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യായവിധി ആരംഭിക്കുന്നത് അതിൻ്റെ സമയമായി. അത് ദേവാലയത്തിൽ സ്വന്തം ജനത്തോടാണ് ആദ്യം തുടങ്ങുന്നത്. രണ്ടാമത്തെ ഒരു ഇതിലേക്ക് നമുക്ക് വരാം. 5-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ നാം വായിച്ച രണ്ടാമത്തെ ദർശനം. ആ ദർശനത്തിൽ നാം കാണുന്നത്, നമുക്കറിയാം, ഇതും ന്യായവിധിയുടെ തന്നെ ദർശനമാണ്. അവിടെ ഒരു ഇഫയെ കാണുന്നു. ആ ഇഫയ്ക്കുള്ളിൽ ജക്കരിയാവിനോട് നോക്കുവാൻ പറഞ്ഞപ്പോൾ താൻ കാണുന്നത് ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നു. ഇഫ നാം ചിന്തിച്ചു ഈസ് എ സിമ്പിൾ ഓഫ് കോമേഴ്സ് ആൻഡ് ട്രേഡ്. അവിടെ ബിസിനസിന്റെ ചില ട്രേഡ് നടക്കുന്നതിന്റെ ഒരു സിമ്പിളാണ് ഈ ഇഫ എന്ന് ഒരു വാക്കും കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്നെ നാം ആ സ്ത്രീയെ കുറിച്ച് അവിടെ കാണുന്നു. അതിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ആൻഡ് ദിസ് ഇസ് വുമൻ സിറ്റിംഗ് ഇൻസൈഡ് ദ ഈഫ. അവിടെ ഈഫയ്ക്കുള്ളിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണ്. അത് ഉള്ളിലാണ്, ആ സ്ത്രീയെ കാണുവാൻ സാധിക്കുന്നില്ല. പിന്നെ പറയുന്നു 8-ാം വാക്യത്തിൽ, ദിസ് ഇസ് വിക്കറ്റ്നെസ്. ആ സ്ത്രീ എന്ന അർത്ഥം അത് അകൃത്യത്തെ കാണിക്കുന്നു, അത് വിക്കറ്റ്നെസ്സിനെ കാണിക്കുന്ന ഒരു വസ്തുതയാണ്. ആ സ്ത്രീ വിക്കറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ബാബിലോണിനെ കാണിക്കുന്ന ഒരു വസ്തുതയാണ്. ബാബിലോൺ എന്ന് പറയുന്നത് മദർ ഓഫ് ഹാർലെറ്റ്സ്, അല്ലെങ്കിൽ ആ ഏറ്റവും മോശമായിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ ഏറ്റവും തിന്മയായിട്ടുള്ള ദുഷ്ടത നിറഞ്ഞിരിക്കുന്ന, അകൃത്യം നിറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയാണ് ആ സ്ത്രീ കാണിക്കുന്നത്. നമ്മോടുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഒരു ഇഫയുണ്ട്, അതിന്റെ ഉള്ളിൽ ഒരു സ്ത്രീയുണ്ട്, അത് അകൃത്യം കാണിക്കുന്നു. അതിന്റെ മുകളിൽ നാം കാണുന്നത്, അവിടെ 9-ാം വാക്യത്തിൽ അതിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കാസ്റ്റ് ദ ലെഡ് വെയിറ്റ് ഓൺ ഇറ്റ്സ് ഓപ്പണിംഗ്. അവിടെ ഒരു ഈയപ്പലക അതിന്റെ മുകളിലുണ്ട്. ദർ ഇസ് എ ലെഡ് വെയിറ്റ് ഓവർ ദി ഈഫ. അപ്പോൾ നിങ്ങൾ ഒരു പാത്രം ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ ഉള്ളിൽ അതൊരു വലിയ ഒരു ഈഫയാണ്. നാം ചിന്തിക്കുന്ന പോലെ ചെറിയ പാത്രമല്ല. അതിന്റെ ഉള്ളിൽ
ഒരു സ്ത്രീ ഇരിക്കുകയാണ്. ആ സ്ത്രീ എന്ന് പറയുന്നത് അകൃത്യം അല്ലെങ്കിൽ ദുഷ്ടതയെ കാണിക്കുന്നു. അതിനെ അടച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈയപ്പലക കൊണ്ടാണ്, ലെഡ് കവർ ആണ്. അപ്പോൾ ഈ വിഷയങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഈ ലെഡ് കവർ എന്ന് പറയുന്നത്, ലെഡ് എന്നുള്ളൊരു പദാർത്ഥത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. അത് നല്ല ഭാരമുള്ള ഒരു പലകയാണ്, പദാർത്ഥമാണ്. ഓക്കെ, ഇറ്റ്സ് ആ രീതിയിലുള്ള ഒരു എലിമെന്റ് ആണ്. നാം ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഈ എക്സ്റേ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എക്സ്റേ ഏരിയാസ്, അതിന്റെ ഡോർസും ഏരിയാസും ഒക്കെ ലെഡും കൊണ്ടാണ് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം റേഡിയേഷൻ ഒന്നും പുറത്തേക്ക് വരുവാൻ പാടില്ല. അതുകൊണ്ട് അതിന്റെ വാൾസും പ്രത്യേകിച്ചും അതിന്റെ ഡോർസും ഒക്കെ ലെഡ് കൊണ്ട് കവർ ചെയ്യും. എന്താ കാരണം? ആ റേഡിയേഷൻ, ഹൈ റേഡിയേഷൻ ഒന്നും പുറത്തേക്ക് വന്ന് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുവാൻ പാടില്ല. അകത്തിരിക്കുന്ന ടെക്നീഷ്യന്റെ, അകത്തെ കൺട്രോൾ റൂമിന്റെ ഫ്രണ്ടിലും ഒരു ലെഡിന്റെ ഒരു കവറിംഗ് ഡോറ് ഉണ്ട്. ഞാനത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോ ലെഡ് ഒരു ഭാരമുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള, ഹെവി ആയിട്ടുള്ള ഒരു മെറ്റലുള്ള കവർ ഈ ഈഫയുടെ മുകളിലുണ്ട്, ഈ സ്ത്രീയുടെ മുകളിലുണ്ട്. എന്താ അത് കാഴ്ചവെക്കുന്നത്? സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഈഫ എന്ന് പറയുന്നത് ട്രേഡിനെ കാണിക്കുന്നു. നാം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ സംഭവിക്കുന്നു. ഈ ലോകത്തിൽ എന്തുവാ നാം ചെയ്യുന്നത്? നമുക്കും അനേക കാര്യങ്ങളിൽ നാം സഭയെ പണിയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അനേക കാര്യങ്ങൾ നാം ഇടപെടും. അനേക കാര്യങ്ങളിൽ നാം സഭയായിട്ട് അനേക വ്യക്തികൾ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യും. എന്നാൽ അതിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ട് എന്നാണ് സെഖറിയാവ് ദർശനത്തിൽ കാണുന്നത്. ആ സ്ത്രീയെ മറ്റാർക്കും കാണുവാൻ പറ്റുന്നില്ല. നോബഡി എൽസ് ഈസ് ഏബിൾ ടു സീ ദിസ് വുമൻ. ഈ സ്ത്രീയെ മറ്റാർക്കും കാണുവാൻ സാധ്യമല്ല. നോബഡി ഈസ് ഏബിൾ ടു സീ ദിസ് വുമൻ. അതിന്റെ അർത്ഥം എന്തുവാ കാണിക്കുന്നത്? ഈ പുറമേ നോക്കുമ്പോൾ വളരെ സുന്ദരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നല്ല സഭയാണ്, നല്ല കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിന്റെ ഉള്ളിൽ എന്താണ്? ഒരു വിക്കഡ്നെസ്, ഒരു സ്ത്രീ അതിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അതിനെ കവർ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാ? ലെഡ് കവർ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ദൈവാത്മാവ് പറയുന്നു, നീ പിന്നെയും പോയി നോക്ക്, അതൊന്ന് തുറന്ന് നോക്കിയാലേ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. തുറക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിന്റെ അകത്ത് ഈ സ്ത്രീ വിക്കഡ്നെസ് ഇരിക്കുകയാണ്. സഭയുടെ ഉള്ളിൽ ഏറ്റവും ആഴത്തിൽ ചിലപ്പോൾ വിക്കഡ്നെസ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഉണ്ട്. അങ്ങനെ ഉണ്ടായാലുള്ള ന്യായവിധിയാണ് ഇവിടെ ദൈവാത്മാവ് നമ്മോട് പറയുന്നത്. പുറമേ നാം കാണുമ്പോൾ ഇഫയുടെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, ആശയവിനിമയം നാം കാണുമ്പോൾ എല്ലാം നല്ലതാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ നാം കാണുമ്പോൾ ഈ സ്ത്രീ ഇരിപ്പുണ്ട്. വിക്കഡ്നെസ്, ദുഷ്ടതയാണ് ഇരിപ്പുള്ളത്. അത് ബാബിലോനെ കാണിക്കുന്ന വിഷയമാണ്. ബാബിലോണിൽ നിന്ന് പ്രവാസം കഴിഞ്ഞ് വന്ന ഇസ്രയേല് അത് മറന്നു പോകാതെ അത് അതിന്റെ ഉള്ളിലുണ്ട്. നാം പാപത്തിന്റെ വഴികൾ വിട്ട് ദൈവ വഴികളിലേക്ക് വന്നിട്ടും ഈ സഭയായിട്ട്, ദൈവജനമായിട്ട്, ക്രിസ്ത്യാനികളായിട്ട് ജീവിച്ചിട്ടും നമ്മുടെ ഉള്ളിൽ ഈ സ്ത്രീ ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ അശുദ്ധമാണ്, വളരെ അപകടമാണ്, വളരെ അകൃത്യം നിറഞ്ഞ അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്. അത് മറ്റാരും കാണാത്തത് ലെഡ് കവർ ഉണ്ടായത് കൊണ്ടാണ്. ഈ ഈയപ്പലകയും കൊണ്ട് അത് അടച്ചു വെച്ചത് കൊണ്ടാണ് അവിടെ കാണുന്നത്. ആ വിഷയം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നാം വായിക്കുന്നത്, പിന്നീട് ദൈവാത്മാവ് അതിനോട് പറയുന്നത് 9-ാം വാക്യം ഒന്ന് വായിച്ചു. 9-ാം വാക്യം. പിന്നെ ഈ തലമുറ നോക്കിയപ്പോൾ രണ്ട് സ്ത്രീകൾ പുറത്തു വരുന്നത് കണ്ടു. അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. അവർക്ക് പെരിഞ്ഞാറയുടെ ചിറകുണ്ടായിരുന്നു. അവർ ഭൂമിക്കും ആകാശത്തിനും മധ്യേ പൊക്കിക്കൊണ്ടുപോയി. അപ്പൊ പിന്നെയും കണ്ണുപൊക്കി നോക്കിയപ്പോൾ രണ്ട് സ്ത്രീകൾ അവര് വീണ്ടും അവിടുന്ന് വരുന്നു. അവരുടെ ചിറകുകൾ, വിങ്സ് ഓഫ് സ്റ്റോർക്ക്, പെരിങ്ങാരയുടെ ചിറകുകൾ. നാം പഴയ നിയമം നാം നോക്കിയാൽ ഈ ഒരു പക്ഷി എന്ന് പറയുന്നത് അശുദ്ധിയെ കാണിക്കുന്ന, സ്റ്റോർക്ക് എന്ന് പറയുന്നത് അവിടെ അൺക്ലീൻനെസ്സിനെ കാണിക്കുന്ന ഒരു പക്ഷിയാണ്. അപ്പൊ അത്രയും അൺക്ലീൻ ആയിട്ടുള്ള, അത്രയും മോശമായിട്ടുള്ള, അത്രയും അശുദ്ധമായിട്ടുള്ള അവസ്ഥയിലാണ് ഈ ജനം ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവജനം ഈ അവസ്ഥയിൽ ആയിരിക്കുന്നത്. ഇഫ ഇറ്റ്സെൽഫ് ഈസ് ഡിഫക്റ്റീവ്. നമുക്കറിയാം ഈ ഇഫ എന്ന് പറയുന്നത് അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷറായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇതിന്റെ ഉള്ളിൽ, ഒരു അളക്കുന്ന സ്ഥാനത്തിന്റെ ഉള്ളിൽ ഒരു സ്ത്രീ കയറി ഇരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ അളവ് കറക്റ്റ് ആയിരിക്കുമോ? ഒരിക്കലും കറക്റ്റ് ആയിരിക്കത്തില്ല. കാരണം അതിന്റെ അളവ്, അതിന്റെ സ്പേസ് യൂട്ടിലൈസേഷൻ ഡിഫറെന്റ് ആവും, കറക്റ്റ് ആയിരിക്കത്തില്ല. ആ രീതിയിൽ തന്നെ ഈ ഇഫ തന്നെ ഡിഫക്റ്റീവ് ആണ്. ഇതിന്റെ അളവ് തന്നെ തെറ്റാണ്, അത് ഫുള്ളായിട്ട് വരത്തില്ല, ഡിസോണസ്റ്റ് മെഷർ ആണ്. അതിന്റെ മെഷർ തന്നെ എങ്ങനെയാണ്? കള്ളമാണ്, ശരിയായിട്ടുള്ള മെഷർ അല്ല. ദൈവാത്മാവ് നമ്മോട് ഇന്ന് സംസാരിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതെല്ലാം ബാബിലോണിന്റെ സമ്പ്രദായമാണ്.
നിങ്ങൾ ദൈവസഭയിൽ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങളുടെ അളവ്, നിങ്ങളുടെ മെഷേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സമ്പൂർണ്ണമായിരിക്കണം, ഫുൾ ആയിരിക്കണം, ഫുൾ മെഷർ ആയിരിക്കണം. ഈ രീതിയിൽ അകത്ത് ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, സ്ത്രീ അർത്ഥാൽ ഒരു ദുഷ്ടതയുണ്ടെങ്കിൽ, അകൃത്യമുണ്ടെങ്കിൽ, പാപമുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിൽ ഒരിക്കലും അനുവദനീയമല്ല. ഇവരുടെ അന്ത്യം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ വേർ ആർ ദേ ടേക്കിംഗ് ദ ഇഫ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അവർ പറയുന്നത് ഈ ഷീനാർ ദേശത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുക. ഷീനാർ ദേശം എന്താണ്? ബാബിലോണിനെ കാണിക്കുന്ന വിഷയമാണ്. അപ്പോ ബാബിലോണിലേക്കാണ് അതിന്റെ സ്വന്തം സ്ഥലം, ഈ സ്ത്രീയുടെ സ്വന്തം സ്ഥലം. ഈ രീതിയിൽ ഇഫയുടെ ഉള്ളിലുള്ള സ്ത്രീ അത് വീണ്ടും നല്ല സ്ഥലത്ത്, വിശുദ്ധ സ്ഥലത്ത് നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമില്ല. അതിനെ അതിന്റെ സ്ഥലത്ത്, സ്വസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുകയാണ് സംഭവിക്കുന്നത്. വളരെ ഭയാനകമായിട്ടുള്ള ഒരു ചിത്രമാണ്. നാം ദൈവസന്നിധിയിൽ ഈ രീതിയിൽ സ്ത്രീക്ക് അനുവാദം കൊടുത്താൽ അകൃത്യം അല്ലെങ്കിൽ തിന്മ നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, അതിന്റെ നടുവിൽ ഒരു സ്ത്രീ, ഇഫയുടെ നടുവിൽ ഒരു സ്ത്രീ, ഇൻ ദ സെന്റർ, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദിസ് there is a woman. അപ്പോൾ ആ വിക്കറ്റ്നെസ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നടുവിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അന്ത്യം വളരെ ഭയാനകമായിരിക്കും. ദൈവസന്നിധിയിൽ ഒരിക്കലും നമുക്ക് നിലനിൽക്കുവാൻ സാധ്യമല്ല. ലാൻഡ് ഓഫ് ഷീനാർ, അത് ബാബിലോണിലേക്ക് തന്നെ, അതിന്റെ സ്വസ്ഥാനത്ത് തന്നെ, അതിന്റെ ഒറിജിനൽ സ്ഥാനത്ത് തന്നെ അതിനെ മടക്കി അയക്കും, യാതൊരു സംശയവുമില്ല. ഈ മതത്തിന്റെ പേരിൽ, എന്തെങ്കിലും പദവിയുടെ പേരിൽ, എന്തെങ്കിലും നമ്മുടെ സ്റ്റാറ്റസിന്റെ പേരിൽ നാം എന്തെങ്കിലും അശുദ്ധി പ്രവർത്തിച്ചാൽ, അശുദ്ധി മനസ്സിൽ വെച്ചാൽ, അത് മനസ്സിൽ വെച്ച് നാം പ്രവർത്തിച്ചാൽ അതെല്ലാം ദൈവസന്നിധിയിൽ ന്യായവിധിക്ക് കാരണമായി തീരും. അതിനെ അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്തിലേക്ക് കർത്താവ് അയക്കും, യാതൊരു സംശയവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 11:33. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. അല്ല, അതിന്റെ 11-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം. ലൂക്കോസ് ആ ആ ആ ആ ആ അപ്പോ വിളക്ക് കൊളുത്തിയിട്ട് ആരും ബാസ്ക്കറ്റിന്റെ അണ്ടറിൽ വെക്കാറില്ല, പറയിൻ കീഴിൽ വെക്കുവാൻ പാടില്ല. ബാസ്ക്കറ്റ് ഇവിടെ കാണിക്കുന്നത് ഈ ഇഫയെ കാണിക്കുന്ന വിഷയം, ബുഷലിനെ കാണിക്കുന്ന വിഷയമാ. അപ്പൊ വിളക്ക് കത്തിച്ചിട്ട് ആരും ബാസ്ക്കറ്റിന്റെ അടിയിൽ, കൊട്ടയുടെ അടിയിൽ വെക്കാറില്ല, അത് അണഞ്ഞു പോകും. അതിനെ ലാമ്പ് സ്റ്റാൻഡ്, നിലവിളക്കിന്റെ മുകളിലാണ് വെക്കുന്നത്. എന്താണ് ഇത് കാണിക്കുന്നത്? നാം എല്ലാം ദൈവത്തിന്റെ വിളക്കാണ്. വിളക്കായിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വിളക്കാണെങ്കിൽ, ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ കത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നാം അതിനെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നാം അതിനെ നിലവിളക്കിന്റെ മുകളിൽ, ലാമ്പ് സ്റ്റാൻഡിന്റെ മുകളിൽ വേണം വെച്ച് കത്തുവാൻ. സഭ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നീട് അതിനെ മറച്ചു വെക്കേണ്ട ആവശ്യം ഇല്ല. മറച്ചു വെക്കുന്നത് മറ്റു കാര്യങ്ങളാണ്, ഈ ദുഷ്ടതയാണ് നാം മറച്ചു വെക്കുന്നത്. ആ സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വീണ്ടും നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ, ആലയത്തിൽ അശുദ്ധി വന്നപ്പോൾ, ആലയത്തിൽ ട്രേഡ് നടന്നപ്പോൾ, അവിടെ ബിസിനസ് നടന്നപ്പോൾ എന്താ ചെയ്തത്? അതിനെല്ലാം അടിച്ച് ക്ലീൻ ആക്കി ഓടിക്കുന്ന വിഷയം നമുക്ക് കാണുവാൻ സാധിക്കും. സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നതാ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം തൊട്ട് ആ വിഷയങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ക്ലിയറിംഗ് ദ ടെമ്പിൾ, ദേവാലയത്തിൽ ഈ രീതിയിൽ ദൈവനാമത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ, ദുഷ്ടതയുണ്ടെങ്കിൽ അത് ദൈവം ഒരിക്കലും അനുവദിക്കുന്ന വിഷയങ്ങളല്ല. അനനിയാസിന്റെയും സഫീറയുടെ ജീവിതം നാം കണ്ടു. അതിലും ദൈവം അത് അനുവദിച്ചില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം വായിച്ച വിഷയങ്ങളാണ്. 2 തെസ്സലോനിയർ 2-ാം അധ്യായം 6-ാം വാക്യത്തിലും നാം വായിക്കുന്നത് ദൈവം ഒരിക്കലും ആ രീതിയിൽ താമസിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾക്ക് കർത്താവ് താമസം വെക്കുന്നത് നമുക്കൊരു അവസരം കൂടെ തരികയാണ്. നന്നാകുവാൻ വേണ്ടി, നാം മടങ്ങി വരുവാൻ വേണ്ടി, റെസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ വേണ്ടി, തിരിച്ച് ദൈവസന്നിധിയിൽ മടങ്ങി നാം വന്നാൽ ദൈവം ഈ ന്യായവിധി നമ്മളിൽ നിന്ന് മാറ്റി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഷീനാർ ദേശത്തേക്ക്, ബാബിലോണിലേക്ക് ഇടുന്ന അവസ്ഥയാണ് നമ്മുടെ സ്വസ്ഥത അല്ലെങ്കിൽ സ്വസ്ഥാനം. അതാണ് അതിന്റെ അവസ്ഥ. നാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്? നമ്മുടെ ജീവിത വിശുദ്ധി എങ്ങനെയുള്ളതാണ്? വ്യക്തിപരമായിട്ട് അതില്ലെങ്കിൽ സഭയിൽ ഒരിക്കലും നമുക്കത് പ്രാവർത്തികമാക്കുവാൻ സാധ്യമല്ല. അതൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ ദർശനങ്ങൾ നമ്മെ ആ വിഷയങ്ങൾ കാണിക്കുന്ന
കാര്യങ്ങളാണ്. നാം എന്തൊക്കെയാണ് ചിന്തിച്ചത്? ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി, ആ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് തുറന്നു കാണിക്കുന്ന ഒരു വിഷയം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കാണണം, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും അത് പ്രാവർത്തികമാക്കണം. നമ്മുടെ പഠിപ്പീരുകൾ അങ്ങനെ ആയിരിക്കണം. ഓരോ ഉത്തരവാദിത്തപ്പെട്ട ശുശ്രൂഷകനും ലീഡേഴ്സും നേതൃത്വം ചെയ്യുന്ന എല്ലാവർക്കും അതിന്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ രണ്ട് ദർശനങ്ങളും നമുക്ക് നൽകുന്നത്. കെയർ ഫോർ ദി ഹൗസ് ഹോൾഡ്, നമ്മെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഭവനത്തെയും നമ്മുടെ ആലയത്തെയും ഒന്ന് ചിന്തിക്കുക. ഞാനൊരു തെറ്റ് ചെയ്താൽ ചിലപ്പോൾ ഞാൻ മാത്രമല്ല അതിൻ്റെ അനുഭവം അനുഭവിക്കേണ്ടി വരിക. അത് പൂർണ്ണമായിട്ട് എൻ്റെ ഭവനത്തെയും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെയും തീർച്ചയായിട്ടും ബാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഈ രണ്ട് ദർശനങ്ങൾ ആ വിഷയമാണ് നമ്മോട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചാണ് കാഴ്ചവെക്കുന്നത്. ചില ചോദ്യങ്ങൾ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഭവനത്തിൽ ചെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന വിഷയമാണ്. ഈ രണ്ട് ദർശനങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മോട് വ്യക്തിപരമായിട്ട് ഏത് ദർശനമാണ് കൂടുതൽ സംസാരിക്കുന്നത്? വിച്ച് ഇമേജ് ഓർ വിച്ച് വിഷൻ സ്ട്രൈക്സ് മീ ദ മോസ്റ്റ്? എന്നോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ദർശനം ഏതാണ്? നമുക്ക് ഇതൊന്ന് ചിന്തിച്ച് വീട്ടിൽ പോയി സ്വയം ധ്യാനിക്കാവുന്ന വിഷയമാണ്. 11 വാക്യങ്ങൾ നാം വായിച്ചു. പറക്കുന്ന ചുരുളിന്റെ ദർശനം നാം ചിന്തിച്ചു. അവിടെ മോഷ്ടാവിനെ കുറിച്ച്, മോഷ്ടിക്കുന്ന വിഷയവും കള്ളസത്യത്തിന്റെ വിഷയം നാം കണ്ടു. രണ്ടാമത് നാം കണ്ടു ഈഫയും അതിനുള്ളിലെ സ്ത്രീയെ നാം കണ്ടു. നാം അകൃത്യത്തെ കുറിച്ച് കണ്ടു, അശുദ്ധിയെ കുറിച്ച് കണ്ടു. പുറമെ കാണുമ്പോൾ വളരെ വിശുദ്ധമാണ്, വളരെ ക്ലീൻ ആണ്, അകത്ത് മുഴുവൻ അശുദ്ധിയാണ്. നമ്മോടുള്ള ബന്ധത്തിൽ ഇതിലേതെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യുവാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇത് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. വേർ has God's judgment begun in my life or in the church? നമ്മുടെ വ്യക്തി ജീവിതത്തിലോ ഈ കുടുംബത്തിലോ നമ്മുടെ സഭയിലോ എവിടെയെങ്കിലും ദൈവത്തിന്റെ ന്യായവിധി ഇപ്രകാരം നാം അനുഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ ഓർമ്മയിൽ അങ്ങനെ ഉണ്ടോ? എൻ്റെ വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ സഭയിലോ ഈ വിഷയങ്ങൾ കാരണം ന്യായവിധിക്ക് നാം അധീനരായി തീർന്നിട്ടുണ്ടോ? പ്രാക്ടിക്കലി നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന വിഷയമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ ഹൗ ക്യാൻ ഐ ടെസ്റ്റ് whether a ministry's finance and motives are pure? ഏതെങ്കിലും ഒരു ശുശ്രൂഷ ഉണ്ട്, ദൈവനാമത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾ അനേകമുണ്ട്. അതിന്റെ ഉദ്ദേശങ്ങൾ, അതിന്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം ദൈവനാമ മഹത്വമാണോ, അല്ലെങ്കിൽ അത് കള്ളസത്യം പോലെയാണോ, മോഷ്ടിക്കുന്നത് പോലെയാണോ, ദൈവനാമം എടുത്തിട്ട് ഞാൻ പണം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണോ ചെയ്യുന്നത്, ദൈവനാമം ഉയർത്തിക്കൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളാണോ ചെയ്യുന്നത്? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇഫയുടെ ഉദാഹരണം നമുക്കറിയാം. പുറമേ നോക്കുമ്പോൾ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. അതിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നത് ഈ അശുദ്ധിയുള്ള ഈ സ്ത്രീയാണ്. പുറമേ നോക്കുമ്പോൾ ആ മിനിസ്ട്രീസിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ചുറ്റും അനേക ശുശ്രൂഷകൾ നാം കാണുന്നു, മിനിസ്ട്രീസ് നാം കാണുന്നു. എല്ലാം പുറമേ നോക്കുമ്പോൾ നല്ലതായിരിക്കാം. നാം ചിന്തിക്കേണ്ടത് ആത്മീകമായിട്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അത്യധികമായിട്ടുള്ള ഉദ്ദേശം എന്താണ്? അതിലൂടെ ഗുണം ആർക്കാണ്? അതിലൂടെ മഹിമ ആർക്കാണ് കിട്ടുന്നത്? അതിലൂടെ അതിന്റെ സാമ്പത്തികമെല്ലാം ക്ലീൻ ആണോ? വ്യക്തമായിട്ട് നാം ചിന്തിക്കണം. വളരെ മറയുണ്ട്, വളരെ ഗൂഢാലോചന ചെയ്തിട്ടാണ് പിശാച്, ശത്രു ഈ കാര്യങ്ങളൊക്കെയും സെറ്റാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ, നമ്മുടെ ജീവിതത്തിൽ തന്നെ എനിക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ, ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്തുണയ്ക്കുന്ന, ഞാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന അനേക വിഷയങ്ങൾ കാണും. ഒന്ന് വിചിന്തനം ചെയ്യുവാനുള്ള വിഷയമാണ് ലെഡ് ലിഡ്. ഈ ഈയ പലക ഒന്ന് ചിന്തിക്കുക. വളരെ ഭാരമുള്ള, വളരെ ബലമുള്ള ഒരു പലകയാണ് അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് എടുത്തൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അകത്ത് എന്താണ് അവസ്ഥ? ഈ ഇഫയുടെ അകത്തെ അവസ്ഥ എന്താണ്? അത് നിറഞ്ഞിരിക്കുകയാണോ? അതിന്റെ മെഷർ കറക്റ്റ് ആണോ? അതിന്റെ ഉള്ളിൽ ദുഷ്ടത വല്ലതും ഉണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. ആസ് എൻ ഇൻഡിവിജ്വൽ ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, വ്യക്തിപരമായിട്ട് മറ്റാരെയും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതിൻ്റെ എന്തെങ്കിലും അംശമുണ്ടെങ്കിൽ, ഈ രണ്ട് ദർശനങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും തെറ്റ്, ദൈവസന്നിധിയിൽ പാപം എന്നെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടെങ്കിൽ,
ഞാൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ എല്ലാം ദൈവസന്നിധിയിൽ ക്ലീൻ ആണോ? ദൈവസന്നിധിയിൽ ദൈവസഭയിൽ എല്ലാ കാര്യങ്ങളും ക്ലീൻ ആയിട്ടാണോ ഞാൻ ചെയ്യുന്നത്? അത് വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇനിയും മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. ഭാവി സമയങ്ങളിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി സഭയിൽ ആരെങ്കിലും ഒക്കെയും പുറത്തു വരിക, നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും പുറത്തു വരിക, അവരോട് നാം എങ്ങനെയാണ് ഇടപെടേണ്ടത്? ദൈവാത്മാവ് എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അവരോട് നാം ഡിസിപ്ലിൻ കാണിക്കുമ്പോൾ ദൈവം എങ്ങനെയാണ് അവരോട് സ്നേഹം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാ അവരെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് വീട്ടിൽ പോകുമ്പോൾ മനസ്സിൽ ഓർത്തു വെക്കുവാൻ പറ്റുന്ന ഈ ഒരു വാക്യം മാത്രം ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നാം വായിച്ച വാക്യം തന്നെയാണ്. 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തെ നാം വായിച്ചത്, "This is the curse that goes forth over the face of the whole land. Every thief shall be purged away, and everyone who swears falsely shall be purged away." അതൊന്ന് മലയാളത്തിൽ ഒന്ന് വായിക്കാം. അവൻ എന്നോട് പറഞ്ഞത്, ഇത് സർവ്വദേശത്തിലേക്കും പുറപ്പെടുന്ന ശാപമാകുന്നു. മോഷ്ടിക്കുന്നവനൊക്കെയും അതുപോലെ ഇവിടെ നിന്ന് പാറിപ്പോകും. നമുക്കിങ്ങനെ വായിക്കാം. താഴോട്ട് മനസ്സിലാക്കുമ്പോൾ കള്ളസത്യം, ദൈവനാമത്തിൽ സത്യം ചെയ്യുമ്പോൾ, കള്ളസത്യം ചെയ്യുമ്പോൾ അവനും ഇതുപോലെ പാറിപ്പോകും. അവന്റെ കുടുംബത്തോടെ പാറിപ്പോകും, പറന്നു പോകും എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 5:3 ഇത് നമുക്ക് ഒരു മെമ്മറി വേഴ്സ് ആയിട്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് മനസ്സിൽ വെക്കാം. ഇതാണ് ന്യായവിധി. മോഷ്ടിക്കുന്നവർക്കുള്ള ന്യായവിധി, ദൈവസന്നിധിയിൽ കള്ളസത്യം ദൈവനാമത്തിൽ ചെയ്യുന്നവർക്കുള്ള ന്യായവിധി. ഈ അധ്യായത്തിലെ ഒരു ഓർത്തുവെക്കാവുന്ന ഒരു വാക്യമായിട്ട് നമുക്കിത് കാണുവാൻ സാധിക്കും. അതിനോട് ചേർന്ന് നാം വായിച്ച അനേക വാക്യങ്ങളുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലും ലൂക്കോസിന്റെ ലേഖനത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ഒക്കെ നാം അനേക കാര്യങ്ങൾ വായിച്ചു. എന്നാൽ ഈ 3-ാം വാക്യം നമ്മുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഈ ചുരുള് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇഫയുടെ മധ്യത്തിൽ കർത്താവ് നോക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ, വിക്കറ്റ്നെസ്, ദുഷ്ടത അതിന്റെ നടുവിലുണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? എൻ്റെ ജീവിതം എങ്ങനെയാണ്? എന്നോട് ദൈവാത്മാവ് എൻ്റെ ജീവിതം നോക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതം ഇന്ന് എങ്ങനെ ആയി തീരുന്നു? അത് വിശുദ്ധിയിലാണോ ഞാൻ ജീവിക്കുന്നത്? അത് നേരോടെയാണോ ഞാൻ ജീവിക്കുന്നത്? മോഷണമൊന്നുമില്ലാതെ, കള്ളസത്യങ്ങളൊന്നുമില്ലാതെ വളരെ വിശുദ്ധിയിലാണോ? അതിന്റെ പുറമെ ഇഫ കാണുന്നത് പോലെ തന്നെയാണോ എൻ്റെ അകത്തും ആയി ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയല്ലെങ്കിൽ മടങ്ങി വരുവാനുള്ള അവസരമുണ്ട്. മടങ്ങി വന്നില്ലെങ്കിൽ ഇതിന്റെ ന്യായവിധിയെ കുറിച്ച് നാം വായിച്ചു. വളരെ അപകടമുള്ള വിഷയമാണ്. ലാൻഡ് ഓഫ് ഷിനാർ ദേശത്തിന് വിട്ടിട്ടാണ് നാം ഈ കാനാൻ ദേശത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. സ്വർഗീയ സ്ഥലങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. ദേവാലയത്തിൽ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞ് നാം അനേകം തവണ ചിന്തിച്ചിട്ടുള്ളത്, ദൈവത്തെ അറിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെയും പിന്മാറിപ്പോയാൽ, ദുഷ്ടത പ്രവർത്തിച്ചാൽ, ദൈവനാമത്തിൽ തെറ്റ് ചെയ്താൽ, ശുശ്രൂഷ ചെയ്യുന്നത് നാം പറയുന്നതായിരിക്കും, ദൈവനാമത്തിൽ ചെയ്യുന്നത് എന്ന് നാം പറയുമായിരിക്കും. എന്നാൽ അത് ദൈവസന്നിധിയിൽ ക്ലിയർ ആയിരിക്കണം. അതിന്റെ ഇഫയ്ക്കുള്ളിൽ ഒരു ദുഷ്ടത വരുവാൻ പാടില്ല. അതിന്റെ ആ ചുരുളുകളിൽ നമുക്കെതിരെ ഒന്നും എഴുതി വെക്കുവാൻ പാടില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് വ്യക്തിപരമായിട്ട് മടങ്ങി വരുവാൻ ദൈവം സഹായിക്കട്ടെ. അങ്ങനെ നാം ചെയ്താൽ നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭവനത്തിന് തീർച്ചയായിട്ടും അനുഗ്രഹത്തിന് കാരണമായി തീരും. ഈ അന്ത്യനാളുകളിൽ ഈ ദർശനങ്ങൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. അല്പസമയം ഒറ്റയ്ക്കിരുന്ന് ഈ കാര്യങ്ങളൊന്ന് ചിന്തിക്കുക. പെട്ടെന്ന് ചിന്തിച്ചു പോയാൽ ഞാൻ കംപ്ലീറ്റ്ലി ക്ലിയർ ആണെന്നേ എനിക്ക് തോന്നത്തുള്ളൂ. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഞാൻ ചിന്തിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ ക്വൈറ്റ് ടൈം ഇരുന്ന് ഈ അധ്യായം മുൻപിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മെ തന്നെ ഏൽപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ നിർത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. കർത്താവ് അതിന് ആഗ്രഹിക്കുന്നു. ദൈവം അതിനായിട്ട് നമ്മെ വീണ്ടും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.